ഹായ്, നമ്മള് വീഡിയോ എടുക്കുന്നതിന്റെ ഇടയില് വ്ളോഗ് പിടിക്കണ്ട. സ്വാഗതം. പറയാമോ നമ്മുടെ വീഡിയോനെ കുറിച്ച് പറയാമോ? സമയം ഇപ്പൊ എത്ര? ഒരു 6:30 കഴിഞ്ഞോ? ബാങ്ക് കൊടുക്കേണ്ട സമയമായിട്ടുണ്ട് കേട്ടാ. അപ്പോഴേക്കും പനി പിടിച്ച് മോൾക്ക് ഇതപ്പോൾ പനിയുടെ ആരംഭമുണ്ട്. പിന്നെ അതൊന്ന് ഡോക്ടർക്ക് കൊണ്ടുപോകാന്നാണ്. ഇപ്പോൾ വേണ്ട വേണ്ട വേണ്ടാന്ന് പറഞ്ഞു. വെക്കൊന്ന് മാറി വരുമ്പോഴേക്കും മോൾക്ക് പനിയാകുന്നുണ്ട്. ഉപ്പാക്കും പനിയാണ്. ഒരാഴ്ചയായി കച്ചവടത്തിന് പോയിട്ട് ഉപ്പ പെട്ടി വെച്ച് ഇരിക്കുക. പുലർച്ചയ്ക്ക് നല്ല പനി. അപ്പോൾ നല്ല പറയില്ല. അപ്പോൾ പോകണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്നും പോയിട്ടില്ല. ഇനിയിപ്പോൾ ഞങ്ങളവിടെ റോഡ് പണിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ പറഞ്ഞ് വണ്ടികളൊക്കെ കൊണ്ടുപോയിട്ട് താഴത്തേക്ക് വെച്ചോളെ, ഇങ്ങോട്ട് വണ്ടികളൊന്നും കയറില്ല. എന്താ ഭാഗ്യത്തിന് താവടം വരെ തന്നെ വന്നിട്ടുള്ളൂ. ഞങ്ങളവിടെ എത്തിയിട്ടില്ല. ഇവിടെ കട്ട വിരിക്കുന്ന പരിപാടിയാണ് കേട്ടോ. നമ്മളെ റോഡ് ഫുള്ളും, റോഡ് മീൻസ് ഇതാ ഈ ഫ്രണ്ടിലുള്ള ഈ ഒരു വഴി കണ്ടോ, അവിടെ ഫുള്ള് കട്ട വിരിക്കാനാണ് പഞ്ചായത്തിന്റെ വക. ടാറിങ്ങൊക്കെ ചെയ്യുമ്പോൾ ടാറിങ് ചെയ്ത് കുറച്ച് കഴിഞ്ഞതും പൈപ്പ് ഇടേണ്ട ഒരു ഇത് വന്നു. അപ്പോൾ പൊക്കളീനെ കൊണ്ടുവന്ന് വീണ്ടും പൊളിച്ചപ്പോൾ ടാറിങ് സാധാ റോഡ് പോലെയായി. അപ്പോൾ അവർ കട്ടകൾ വിരിച്ചിട്ട് നല്ല കട്ട വിരിച്ചപ്പോൾ നല്ല സ്ട്രോങ് ആയില്ല, നല്ല ഭംഗിയായി. അപ്പോൾ ആ പണിയാണ് ഇപ്പോൾ. അങ്ങനെ മോൾക്ക് ഉപ്പാക്കും പനിയാണ്. അവളെ കൊണ്ട് ഡോക്ടർക്ക് വന്നപ്പോൾ അവൾ വന്നില്ല, കൂട്ടാക്കിയില്ല. എന്തായാലും ശരിയാണെങ്കിൽ നാളെ എന്തായാലും മരിച്ചിട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ശരിയാവില്ല. പെടുന്നാൽ പോയി എല്ലായിടത്തും പനിയുണ്ട്. ഉപ്പാൻ്റെ സൗണ്ടൊക്കെ ഏകദേശം ഒന്ന് മാറിയിട്ടുണ്ട്. സൗണ്ടുകളൊക്കെ എപ്പോഴാണ് എനിക്ക് ഇത്തിരി സൗണ്ടൊക്കെ നല്ലപോലെ വരുന്നത്. അല്ലെങ്കിൽ ഞാൻ ചെമ്പിൽ കല്ലെടുത്തിട്ട പോലെയായിരുന്നു എൻ്റെ സൗണ്ട്. ഇപ്പൊക്കെ സൗണ്ട് ശരിയായി വരുന്നത്. അപ്പോൾ ഉപ്പാക്ക് ഇതപ്പോൾ ഇങ്ങനെ മോൾക്ക് അതുപോലെ പനിന്നൊക്കെ മൂക്കൊക്കെ വലിച്ചിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ നാളെ പറ്റിയില്ലെങ്കിൽ ഡോക്ടർക്ക് കൊണ്ടുപോകണം. ചിലപ്പോൾ വീഡിയോ പിടിക്കാൻ പറ്റുമോന്നൊന്നും അറിയില്ല. നമ്മൾ ചെറിയ ബ്ലോഗൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ അമ്പലത്തിൽ പാട്ട് വെച്ചിട്ട് ഇനിയിപ്പോൾ അത് കോപ്പിറൈറ്റ് കിട്ടുമെന്നൊന്നും അറിയില്ല. പപ്പുതേ അവനോടി പുത്തൂര് ഭയങ്കര നാണക്കടാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങളൊക്കെ. എല്ലാവരും നമ്മുടെ വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും എല്ലാവരും കാണണം. നിങ്ങൾ ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഈ ലെവൽ ഇപ്പോഴത്തെ ചെയ്തിരിക്കുന്നത്. ഇനിയും നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെ ഇനിയും നമുക്ക് ഉയർത്തി പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ വീഡിയോ എല്ലാവരും കാണണം. അതൊക്കെ എന്താ പറയുക, ഒരുപാട് വയ്യാണ്ടും കാര്യങ്ങളൊക്കെ ആയി, ഒരുപാട് ഇതായി. അമ്മയിൽ ആസ്പത്രിയിൽ പോയി കാല് വേദന പറഞ്ഞ് പോയി. അവരത് മരുന്ന് മാറ്റി, കാല് വേദനയ്ക്കുള്ള മരുന്ന് തന്ന് ആ മരുന്ന് കഴിച്ച് വയറുവേദനയും ഛർദിയും എന്താ പറയുക ഭയങ്കര ബുദ്ധിമുട്ടായി. കൊണ്ടുപോയത് കുസ് കയറ്റി 5 ദിവസം അഡ്മിറ്റാക്കി. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു. നമുക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല, ഭയങ്കര ക്ഷീണമായപ്പോൾ നമുക്ക് തന്ന മരുന്നിനെ അവർ മാറ്റി. അപ്പോൾ കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് നമുക്ക് മരുന്ന് തന്ന മരുന്നിനെ അവർ മാറ്റിയിട്ട് പിന്നെ വയറുവേദനയ്ക്കുള്ള ചികിത്സ അവർ നോക്കി. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയി. ഒരു 5 ദിവസം ആശുപത്രിയിൽ കിടന്നു. അങ്ങനെ വന്നിട്ട് ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോഴൊന്നും ആയിട്ടില്ല, ആയി വരുന്നേ ഉള്ളൂ. ക്ഷീണമൊക്കെ ഒന്ന് മാറി ഉഷാറായി വരുന്നേ ഉള്ളൂ. അങ്ങനെയൊക്കെ നമ്മുടെ കാര്യങ്ങൾ. ഇവിടെ ഭയങ്കര കൊതുകാണില്ലേ, ഉപ്പിരുന്ന്. 6 മണിയായില്ലേ? അതെ, 6 മണിയായിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇരുട്ടായിട്ടില്ല കേട്ടോ. അതാണ് ഇപ്പം പകല് കൂടുതലും പകല് കുറവും രാത്രി കൂടുതലുമാണ്. 6 മണിയായാലും നേരം വെളുക്കണില്ല. നമ്മൾ 2 നേരമല്ല 6 മണി 6:30 നടക്കാൻ പോകും. നടക്കാനൊക്കെ പോയി അവിടെ എക്സസൈസും കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ട്. ഒരു ദിവസം കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അവിടെ പോയിട്ട്. അങ്ങനെയൊക്കെ വരിക. ഷുഗറുള്ളതല്ലേ, മരുന്ന് 3 നേരം കഴിച്ചിട്ട് 2 നേരം കഴിച്ചാൽ മതി, 1 നേരം കഴിച്ചാൽ മതി, പരമാവധി നടക്കണം എന്നൊക്കെ ഡോക്ടർ പറയും. അപ്പോൾ അങ്ങനെയൊക്കെ പോയി വരും കാലത്ത്.
കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ 16 ദിവസം കഴിഞ്ഞിട്ട് ഡോക്ടർ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി പോയിട്ട് മരുന്ന് തന്നിട്ടുണ്ട്. വേദന ഭാഗത്തിൻ്റെ ആണോ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് 16 ദിവസം കഴിഞ്ഞിട്ട് ഒന്ന് ചെല്ലണം. ചെന്നിട്ട് ആ മരുന്ന് കഴിച്ചിട്ട് വേണം അവർക്ക് ടെസ്റ്റ് ചെയ്യാനത്ര. അപ്പോൾ ഈ 16 ദിവസം ആ മരുന്ന് കഴിച്ചിട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ മരുന്ന് കഴിച്ചിട്ട് വന്നാൽ നമുക്ക് ബ്ലഡ് എടുത്തിട്ട് ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യണം. വാദത്തിൻ്റെ എല്ലാ സന്ധി വേദന വാദമുണ്ടത്ര, അതാണോ എന്ന് നോക്കാൻ ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ ഇനി അങ്ങനെ പോകണം. ഒന്നും ഇല്ലാണ്ട് കുറച്ച് കാക്കട്ടെ. എല്ലാവരും ചെയ്യും. നമുക്ക് വേറെ അസുഖങ്ങളൊന്നും ഇല്ല. അത് മരുന്ന് തന്നതിൽ നമുക്കത് പറ്റിയില്ല, വയറിന് പറ്റിയില്ല. ഇപ്പോൾ ഛർദിയും കാര്യങ്ങളും ഭയങ്കര ബുദ്ധിമുട്ട്, ഒരുപാട് ബുദ്ധിമുട്ടി. നേരം വെളുത്ത് അവരുടെ വിവരം പറയാൻ വേണ്ടി ലിസ്റ്റ് മരുന്ന് കൊണ്ടുപോയതാണ്. അപ്പോഴാണ് അവർ അഡ്മിറ്റാക്കിയത്. നമ്മൾ അഡ്മിറ്റാക്കി വിചാരിച്ച് പോയേ ഇല്ല, വിവരം പറയാൻ വേണ്ടി പോയതാണ്. അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കിപ്പോൾ പനിയൊക്കെ ഉള്ള കാരണം നാളെ ഡോക്ടറെ അടുത്ത് ഒന്ന് കാണിക്കണം. ചെറിയ ഉൾപ്പനിയാണ്, പുറത്ത് പനിയൊന്നുമില്ല. അത് കാരണം അഭിനയിക്കുമ്പോൾ ഒന്നും ശരിക്കും കിട്ടുന്നില്ല, സൗണ്ടൊക്കെ ഒന്ന് മാറി, സൗണ്ട് മാറിയ കാരണം ഒന്നും കിട്ടുന്നില്ല. വീഡിയോ പിടിക്കുന്ന ക്യാമറാമാനും അതെ, ക്യാമറാമാൻ തൊട്ട് ഫ്രണ്ടിലിരിക്കുന്ന ഒരാളുണ്ട് നമ്മുടെ മോള്, അതും കുറച്ച് വയ്യ, ജലദോഷം, ഉൾപ്പനി പോലെ. അപ്പം ഒന്ന് ഗുളിക കാരണം വാങ്ങണം പോയിട്ട്. അപ്പോൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഗുളിക മേടിച്ചിട്ട് കാര്യമില്ല, എന്നാലും നമ്മളൊന്ന് ടെസ്റ്റ് ഒരെണ്ണമൊക്കെ വെച്ച് കഴിക്കും. നാളെ ഡോക്ടറെ കാണിക്കാൻ പോയിട്ട് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇനിയിപ്പോൾ ഞങ്ങൾ റോഡൊക്കെ ടൈലിട്ട് കഴിഞ്ഞാൽ ഒക്കെ റെഡിയാവും. പിന്നെ നമുക്ക് റോഡ് കുഴപ്പം വരില്ല. മോളിങ്ങനെ ഓണാക്കി അവിടെ വെച്ചപ്പോൾ ഞങ്ങളൊന്നും എല്ലാം പറയാമെന്ന് വെച്ചു, ഷെയർ ചെയ്തതാണ് എല്ലാവർക്കും. വൈകുന്നേരത്തെ വിശേഷം, ചായ കൂടി കഴിഞ്ഞിട്ടുള്ള ഒരു വർത്തമാനത്തിലുള്ള വിശേഷങ്ങളാണ്. പിന്നെ സുഖമില്ല. നമ്മൾ വീഡിയോ പിടിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ചെറിയൊരു സന്ദേശനം പറഞ്ഞു മാത്രം. അപ്പോൾ നമ്മളെ കാര്യങ്ങളും നമ്മൾ ഇതൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞത്. അടുത്ത വീഡിയോ നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാം ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി ഇവിടെയൊക്കെ ടൈലിട്ടിട്ട് ഇവിടെ കട്ട വിരിച്ചിട്ട് എല്ലാവർക്കും ഞങ്ങൾക്ക് ആ റോഡൊക്കെ കാണിച്ചു തരാം, പുതിയ റോഡ്. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.